ചെയ്യാണ് എന്നുള്ള മട്ടിൽ ഇപ്പോൾ പറയുകയാണ്. കുത്രാപി ഖേദഃ കായസ്യ ജിഹ്വാ കുത്രാപി വിദ്യതേ മനഃ കുത്രാപി തത്ത്യക്ത്വാ പുരുഷാർത്ഥേ സ്ഥിതഃ സുഖം. കുത്രാപി ഖേദഃകായസ്യ ജിഹ്വാ കുത്രാപി വിദ്യതേ മനഃ കുത്രാപി തത്ത്യക്ത്വാ പുരുഷാർത്ഥേ സ്ഥിതഃ സുഖം. കുത്ര അപി കായസ്യ ഖേദഃ ഭവതി കുത്ര അപി ജിഹ്വാ ഖിദ്യതേ കുത്ര അപി മന വിദ്യതേ അതഃ തത് त्यक्त्वा അഹം പുരുഷാർത്ഥേ സുഖം സ്ഥിതഃ. കുത്രാപി കായസ്യ ഖേദഃ ഭവതി കുത്ര അപി ജിഹ്വാ ഖിദ്യതേ കുത്ര അപി മന ഖിദ്യതേ. അവിദ്യതേ ഖിദ്യതേ എല്ലാം ഖിദ്യതയാണ്. പുസ്തകത്തിൽ വിദ്യത എന്നായിരിക്കും. ഖിദ്യതേ ഖിദ്യത തന്നെയാണ്, കുഴപ്പമില്ല. എങ്ങും വിദ്യതയില്ല, ഖിദ്യത. കുത്രാപി ഖേദകായസ്യ ജിഹ്വാ കുത്രാപി ഖിദ്യതേ മനഃ കുത്രാപി തത്ത്യക്ത്വാ പുരുഷാർത്ഥേ സ്ഥിതഃ സുഖം. കുത്രാപി കായസ്യ ഖേദഃ ചിലയിടത്ത് ശരീരത്തിന് ദുഃഖം ഉണ്ടാകുന്നു. കുത്രാപി ജിഹ്വാഖിദ്യതേ ചിലയിടത്ത് നാവ് ദുഃഖിക്കുന്നു. കുത്രാപി മനഃഖിദ്യതേ ചിലയിടത്ത് മനസ്സ് ദുഃഖിക്കുന്നു. അതുകൊണ്ട് തത്ത്യക്ത്വ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അഹം ഞാൻ പുരുഷാർത്ഥേ പുരുഷാർത്ഥത്തിൽ മോക്ഷത്തിൽ, പുരുഷാർത്ഥം ഇവിടെ മോക്ഷം, സുഖം സുഖമായി വാഴുന്നു. പരമപുരുഷാർത്ഥത്തെയാണ് ഇവിടെ പുരുഷാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. മോക്ഷത്തിൽ വാഴുന്നു. അപ്പോൾ ചിലയിടത്ത് എനിക്ക് ശാരീരിക ദുഃഖങ്ങളുണ്ടാകുന്നു, എൻ്റെ അവയവങ്ങളൊക്കെ ദുഃഖിക്കുന്നു. അത് ശരീരത്തിൻ്റെ ധർമ്മമാണ്. പൂർവ വാസനകളും വർത്തമാന സംഭവങ്ങളും ഭവിഷ്യത് അനുമാനങ്ങളും എന്ന് മൂന്നുണ്ട്. ശിലാതളിമത്തിൽ ഉറങ്ങിയവനാണ് ഞാൻ. നിത്യവും ശിലാതളിമത്തിൽ ഉറങ്ങി എൻ്റെ ശരീരം അതുമായി ചേർന്ന് അതിൽ മമതയുണ്ടായി ത്വക്കിന് കാഠിന്യവും കോശങ്ങൾക്ക് ബലവും വന്ന് ആ കാഠിന്യത്തിൽ ശരീരം നിൽക്കുമ്പോഴാണ് ഞാനൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഡൺലപ്പ് പില്ലോയും കുർലോൺ ബെഡും ഒക്കെ ഇട്ടിരിക്കുന്നത്. കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല, ശരീരത്തിന് ഒരു സുഖവും കിട്ടില്ല. ഞാൻ അതിലൊക്കെ ആയിരിക്കും കിടക്കുക എന്നോർത്താണ് അവർ കുർലോൺ ബെഡും ഡൺലപ്പ് പില്ലോയും ഒക്കെ തന്ന് വിരിച്ച് കിടന്ന് ഞാൻ ഉറങ്ങും എന്നോർത്ത് എന്നെ നോക്കിയിട്ട് പോയത്. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ശിലാതളിമത്തിൽ ഉറങ്ങിയിട്ടില്ല. വീട്ടിൽ ഏറ്റവും വില കൂടിയ പില്ലോ തലയ്ക്ക് വെച്ചുറങ്ങിയതാണ്, കാൽക്കലും വെച്ചുറങ്ങിയതാണ്. ഏറ്റവും നല്ല ബെഡിൽ
നല്ല ഇനം ഷീറ്റ് വിരിച്ച്, വില കൂടിയ ഷീറ്റ് വിരിച്ച് മാത്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ എത്തിയപ്പോഴാണ് 2 ബെഞ്ച് കൂട്ടിയിട്ട് ഉറങ്ങേണ്ടി വരുന്നത്. ഞാനും ഉറങ്ങില്ല. അത് അണീക്വൽ ഹൈറ്റുണ്ട്. അപ്പോൾ കറക്റ്റായി. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവനൊന്ന് മൂളുകയും കൂടെ ചെയ്താൽ അപ്പോ ശരീരത്തിന് ശീലം കൊണ്ടുവന്നിരിക്കുന്ന പൂർവ വാസനകൾ കൊണ്ടുവന്നിരിക്കുന്ന പൂർവ അനുഭവങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഭാവതലങ്ങൾ വർത്തമാനത്തിൽ മാറിയാൽ ദുഃഖമായി. ഇതിനെ അവലംബിച്ച് ഭാവിയുടെ അനുമാനങ്ങൾ വന്നാൽ ക്ലേശമായി. ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ചേർത്ത് കായം ഖേദിക്കുന്നു. കായക്ലേശം. കായക്ലേശം പലതുണ്ട്. രാവിലെ എഴുന്നേറ്റു, വെളുപ്പിനെ 3 മണിയായപ്പോൾ മൂത്രം ഒഴിക്കാൻ മുട്ടി. 2ാം നിലയിൽ അല്ലെങ്കിൽ 1ാം നിലയിലാണ് കിടത്തിയിരിക്കുന്നത്. ചുറ്റുപാടുമുള്ളവനെ നോക്കി, കാരണം ഒരു നിവൃത്തിയില്ല, ജനലിൽ കൂടെ പിടിപ്പിക്കാവും. അപ്പോൾ അവൻ ഉണർന്ന് കിടക്കുക. പോകാതെ പറ്റുമോ? പോയി എന്നാൽ മുറ്റത്തിറങ്ങി കാര്യമൊക്കെ സാധിച്ച് കയറി വരാൻ. വീട്ടിലാകുമ്പോൾ ചെയ്യാവുന്നതാണ്. ഇരുട്ടാണ്, രാത്രിയാണ്, കുഴപ്പമൊന്നുമില്ല. സ്കൂൾ മൈതാനം പോലെ കിടക്കുകയാണ്. ഒരാൾ മൂത്രം ഒഴിച്ചു എന്ന് വെച്ച് കുഴപ്പമൊന്നും വരാനില്ല എന്ന് വിചാരിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് വേറൊരുത്തൻ ടോർച്ച് അടിച്ച് കാണിക്കുക. എന്താ പറ്റി? 10 പൈസ താഴെ പോയി എന്ന് പറഞ്ഞൊരു കല്ലെടുത്ത് എളി വെച്ച് വീണ്ടും നടന്നു. കായക്ലേശം ചില്ലറയാണ്. ഇതൊക്കെ ഞാനിവിടെ കണ്ട കാര്യങ്ങളോ ഞാൻ അനുഭവിച്ച കാര്യങ്ങളോ ആണ് ഞാൻ പറഞ്ഞത്. പരസ്പരം നോക്കുന്നു. നിങ്ങൾ എന്നെ അങ്ങ് നോക്കിയാൽ പോരെ, ഞാൻ തന്നെയാണെന്നങ്ങ് വിചാരിച്ചു വന്നാലും കുഴപ്പമില്ല, ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. അത് മറ്റൊരാൾ. നേരം വെളുക്കട്ടെ. അപ്പം 3 മണി മുതൽ ഉറങ്ങിയില്ല. പിന്നെ ഓരോരുത്തരും പുറത്തു വന്ന് തുടങ്ങി. അപ്പം എന്തായാലും കായത്തിന് ക്ലേശമുള്ള ഒരു തലമുണ്ട്. അപ്പം ഈ കായക്ലേശങ്ങൾ, അപ്പം ചിലയിടത്ത് കുത്രാപി കായസ്യ ഖേദ, ചിലയിടത്ത് ശരീരത്തിന് ദുഃഖമുണ്ടാകുന്നു. ശരീരത്തിൻ്റെ ദുഃഖങ്ങൾ വളരെ ഇതാണ്. ചിലയിടത്ത് ജിഹ്വ ഖിദ്യതേ, നാവ് ദുഃഖിക്കുന്നു. ചിലയിടത്ത് നാവാണ് ദുഃഖിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ പറയുമ്പോൾ വരുന്ന ദുഃഖവും ആഹാരം കഴിക്കുമ്പോൾ വരുന്ന ദുഃഖവും ശരീരം മൊത്തം വ്യാപിക്കുന്നില്ല. എൻ്റെ ശരീരത്തിന് വളരെ സുഖം തരുന്നതാണെങ്കിലും നാവിന് പിടിക്കാത്ത ചില സാധനമുണ്ട്. മനസ്സിലായില്ലേ? നാവിന് തീരെ പിടിക്കാത്ത ചില സാധനമുണ്ട്. രാവിലെ അവിടെ ചെല്ലുമ്പോൾ ഒരു സാധനം നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നോളം ഇഷ്ടപ്പെടാത്തൊരു സാധനം നാവിന്. ആദ്യം നോക്കി, അത് കഴിഞ്ഞാൽ പുറകിലോട്ട് നോക്കിയപ്പോൾ പഠിപ്പിച്ച ആചാര്യൻ. അപ്പോൾ ഇത് വേണ്ടാന്ന് വിചാരിച്ചങ്ങ് പോകാമെന്നാണ് വിചാരിച്ച് പാത്രമൊക്കെ കയ്യിലും എടുത്തു. ക്യൂവിൽ മുമ്പിൽ കയറി നിൽക്കുകയും ചെയ്തു. ചെന്നപ്പോൾ സാധനം ഇതാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയാൽ മതി,
പക്ഷേ പോകാൻ നോക്കിയപ്പോഴാണ് ഇയാളിത് കണ്ടുപിടിച്ചു കൂടായില്ല. കാരണം നേരെ പുറകെ നിൽക്കുന്നു. അപ്പം ഇനി ആളിനെ മനസ്സിലായില്ലേ? ഞാൻ ഈ ആളുകളെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് മേടിക്കും. മേടിച്ചിട്ടായിരുന്നു കഴിക്കുന്നൊരു കഴിപ്പുണ്ട്. ഈ ചൊറിഞ്ഞ് പറഞ്ഞ് കഴിക്കുന്ന ഒരു കഴിപ്പുണ്ട്. കാരണം ഇത് പറ്റുകയില്ല, പറ്റിക്കുകയും വേണം. അപ്പോൾ ചിലരതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നലെ ഒരാളങ്ങനെ ചെയ്യുന്നുണ്ട്. അയാളെന്താ വെച്ചാൽ ഈ ഉണ്ട കിട്ടി, അയാൾക്ക് സങ്കടവും ദേഷ്യവും കൂടും. കാരണം ഈ ഉണ്ട 2 മേടിച്ചേ, ഒന്നാണെങ്കിലും വേണ്ടില്ല. അവൻ ആ വെളുത്ത് നല്ല അരി കൊണ്ടുള്ള ഉണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ ആർത്തിയിൽ 2 മേടിച്ചു. നല്ല രസമുണ്ട്. അത് വിളമ്പിക്കൊടുത്തവർ 1 കൊടുത്തപ്പം 2 വെച്ചോളാൻ പറഞ്ഞു. ചൂടായിട്ട് എന്താ ഇത് ദാരിദ്ര്യം കാണിക്കുന്നതെന്നുള്ള മട്ടി 2 മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ 2 പേരുണ്ട്, സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഭാര്യാഭർത്താക്കന്മാരോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. 2 പേർ അടുത്തിരുന്ന് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഈ ഉണ്ട എടുത്തു വെച്ചു. ആദ്യത്തെ ഉണ്ട പൊളിച്ചപ്പോൾ അതിനകത്തൊന്നുമില്ല. അവർ സങ്കടത്തോടുകൂടി അടുത്തിരിക്കുന്ന ആളിനോട് പറഞ്ഞു, ഇത് ആ സംഘാടകൻ്റെ തല പോലെ തന്നെ. അപ്പം മറ്റേ ആൾ ചോദിച്ചു, അതെന്താ അയാളുടെ തല? അതിനകത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇതിനകത്തുണ്ടായത്. ഇതൊക്കെ ഇന്നലെ ഞാൻ കേട്ടതാണ്. ഇതിലൊന്നും എൻ്റെ വക അഡീഷൻസ് ഇല്ല. ഇത് കഴിഞ്ഞു അടുത്തത് പൊളിച്ചു. അതിനകത്ത് ആകെ തപ്പിപ്പെറുക്കി ഒരു ശകലം ഉണ്ട്. അതിങ്ങി പൊളിച്ചെടുത്തിട്ട് ഈ പുറത്തുള്ളതെല്ലാം അടുത്തുള്ള ആളിന് കൊടുത്തു, കഴിച്ചോളാൻ. അപ്പോൾ ഈ സമയത്തൊക്കെ നാവിൻ്റെ ക്ലേശം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നാവിന് മാത്രമാണെന്ന് മനസ്സിലായി. സംശയം തീർന്നോട്ടെന്ന് വെച്ചാൽ ഉദാഹരണം ഇത് തന്നെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പം നാവിൻ്റെ ക്ലേശം ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരുമാതിരി നന്നായിട്ട് വെന്തതും പുറമെ ഉപ്പൊക്കെ ചേർത്തതും അകത്ത് നല്ലത് വെച്ചതുമായ ഉണ്ട പുറകെ വരുന്നു. ആദ്യം അവിടെ പോയി നിന്നു വിളമ്പാനായിട്ട്, കഴിച്ചതാണെന്ന്. എന്താടാ നീ കൂടുതൽ ചിരിക്കുന്നു? എടാ ഞാൻ നീയാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ നീയാണെന്ന് വല്ലതും പറഞ്ഞു. അപ്പോഴാണ് നേരത്തെ തിന്ന് കുറേ ഭാഗം അടുത്തുള്ളവർക്ക് പൊളിച്ചും കൊടുത്ത് ബാക്കി കളഞ്ഞ് കൈ കഴുകിയതാണെങ്കിലും പാത്രം ഒന്നുകൂടെ എടുത്ത് 2 ഒന്നുകൂടെ എടുത്ത്. അപ്പം ഈ നാവ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം മനസ്സിലായി, ക്ലിയറായി. ചിലർക്കത് കണ്ടപ്പോഴേ വലിയ സന്തോഷമായി. പക്ഷേ നാവ് തകരാറാവുമെന്ന് വിചാരിച്ചല്ല മേടിച്ചത്. മേടിച്ചപ്പോഴാണ് നാവ് തകരാറിലായത്. നാവ് തകരാറിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്ട മേടിക്കുന്ന സമയത്ത് അത് ചെയ്തവർക്ക് പറ്റിയ അബദ്ധമല്ല. ഈ ലിസ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ 16 പേര് ഡയബറ്റിക്കാണ്. ഉപ്പ് വിഭാഗത്തിൽ മധുരമാണെന്ന് സ്വാമി പ്രസംഗത്തിൽ പറയുന്നതും കേട്ടു. ഉപ്പ് വിഭാഗത്തിൽ മധുരം, മധുരം മനസ്സിലായി. അപ്പോൾ ഈ 16 പേർക്കുള്ളത് മധുരമുള്ളതാകരുത്. 16 32 ഉണ്ട മധുരവും വെക്കാതെ ഉപ്പും ചേർക്കാതെ ഉണ്ടായി. അത് ഈ ആർത്തി കാരണം ഇത് ഡയബറ്റിക്കുകാർക്ക് കിട്ടുന്നതിന് പകരം ഇത് ആദ്യം മേടിച്ചു. അതായി പറ്റിയത്.
കൂടുതൽ സംഘർഷത്തിലായില്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഞാൻ ആരെയും രക്ഷപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചില്ല. കാരണം അവിടെ രാവിലെ മധുരമില്ലാത്ത ചായയും മധുരമുള്ള ചായയും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ എന്തായിരുന്നാലും കുത്രാപി കായസ്യ ഖേദഃ കുത്രാപി ജിഹ്വാ ഖിദ്യതേ. ചിലയിടത്ത് നാവ് ദുഃഖിക്കുന്നു. കുത്രാപി മന ഖിദ്യതേ. ശരീരവും നാവും കൂടാതെ, നാവെന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം എടുത്തോണം. മുഖ്യ ഇന്ദ്രിയമായതുകൊണ്ടാണ് നാവ് പറഞ്ഞത് പ്രഥമ മല്ലൻ ന്യായത്തിൽ. ബാക്കിയുള്ള ഇന്ദ്രിയങ്ങൾ ദുഃഖിക്കും. അപ്പം ഇന്ദ്രിയങ്ങളുടെ ദുഃഖം, ശരീരത്തിൻ്റെ ദുഃഖം, ഇന്ദ്രിയങ്ങളുടെ ദുഃഖം, മനസ്സിൻ്റെ ദുഃഖം സൂക്ഷ്മമായിട്ട് മനസ്സ് ദുഃഖിക്കും. ഇന്ദ്രിയങ്ങളിൽ നാവ് രസം കൊണ്ട് മാത്രമാണ് ദുഃഖിക്കുന്നതെന്ന് കരുതണ്ട. ചില സ്ഥലത്ത് വാക്ക് പറയും, പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസത്തേക്ക് ഉറക്കം വരില്ല. അത് പറയാമായിരുന്നോ? ചുറ്റുപാടുകൾ ചിലപ്പോൾ അവിടെ കൊണ്ട് നമ്മളെ എത്തിക്കുകയും ചെയ്യും. ചുറ്റുപാടുകൾ വല്ലാതെ അവിടെ കൊണ്ടെത്തിക്കും. ഒരാളോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ നാവ് പിഴച്ചു എന്ന് തോന്നിയാൽ ആ നാവിന് ശക്തി പോകാതിരിക്കാൻ ഉടനെ മാപ്പപേക്ഷിച്ചാൽ മതി. അതിന് ദുരഭിമാനം സമ്മതിക്കുകയില്ല. കേക്ക പറയണം, ഇല്ലെങ്കിൽ കേക്കയാണല്ലോ നാവ് ഉപയോഗിച്ചത്. മക്കളോടോ കുട്ടികളോടോ ആയാൽ പോലും കേക്ക പറയണം. അത് പറയുന്നതും ക്ഷമിക്കണേ എന്ന് വിനയപൂർവ്വം പറയണം. ക്ഷമീര്. അത് വീണ്ടും നാവ് പിഴയ്ക്കുക, അത് വീണ്ടും നാവ് പിഴയ്ക്കുക. പിഴച്ച നാവിൻ്റെ പൊക്കത്തിൽ പിഴയ്ക്കുക. അതിന് പകരം സൗമ്യമായി വിനയപൂർവം നാവിലേക്ക് വരുന്ന ശബ്ദങ്ങളെ നിയന്ത്രിക്കുമാറ് മാപ്പപേക്ഷിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം ഉണ്ടാവും. ഇപ്പം രസം മാത്രമല്ല നാവിൻ്റെ ദുഃഖം, വാക്ക് വലിയ ദുഃഖമാണ്. അതേതെങ്കിലും ഒരു വാക്ക് വന്നാൽ ബാക്കിയുള്ളവരതിന് എക്സ്പ്ലനേഷൻ കൂടെ നൽകാൻ തുടങ്ങും. വിശദീകരണം കൂടെ നൽകിയാൽ പിന്നെ പറയുകയും വേണ്ട. മകനൊരു വാക്ക് ഉപയോഗിച്ചു, അച്ഛൻ്റെ വക നിഘണ്ടുവിലൊരു എക്സ്പ്ലനേഷൻ. അതിനകത്ത് അച്ഛന് മകനോടുള്ള പൂർവകാല ദേഷ്യത്തിൻ്റെ അനുഭവങ്ങളെല്ലാം വെച്ച് നിഘണ്ടു അങ്ങ് തുറന്നാൽ അകാരവും കകാരവും ഇകാരവും ഒക്കെ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മകൻ നിത്യദുഃഖത്തിലേക്ക് വീഴും. ഇപ്പം മകനെ ദുഃഖത്തിലേക്ക് വീഴിക്കാൻ അച്ഛൻ നിഘണ്ടു തുറക്കും, അമ്മ നിഘണ്ടു തുറക്കും, സഹോദരങ്ങൾ നിഘണ്ടു തുറക്കും. ഇവരെല്ലാം നിഘണ്ടു തുറക്കാൻ തുടങ്ങിയാൽ ദുരഭിമാനം അവനെ വല്ലാത്ത ലോകത്തെത്തിക്കും. എപ്പോൾ അയാൾക്കൊരബദ്ധം പറ്റിയോ അതിൽ സാരമില്ലെന്നു പറയാനുള്ള വലിപ്പം നിഘണ്ടുവിനെ മാറ്റിവെച്ച് ഒരുങ്ങിയാൽ അയാൾ സന്തോഷിക്കുകയും നിങ്ങൾക്ക് വാക്ക് പഥ്യമാവുകയും ചെയ്യും. മനസ്സിലായില്ല പ്രക്രിയ? ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞൊരു വാക്ക് തെറ്റുമ്പോൾ അതിനെ എനിക്ക് അത് തെറ്റോ ശരിയോ എന്ന് അറിയാൻ ആവശ്യപ്പെടുന്ന ഒരു കാലം വരെ എൻ്റെ ബന്ധുക്കൾ അവരുടെ നിഘണ്ടു തുറന്നു വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ
അയാൾ ആ സമയത്ത് ദുഃഖിക്കില്ലെന്നു മാത്രമല്ല, അയാളുടെ അന്ധക്കരണം പിന്നീട് എപ്പോഴെങ്കിലും അതിൻ്റെ തഥ്യയെ തേടും എന്നു മാത്രമല്ല, ആ നിഘണ്ടു തുറക്കാതിരിക്കുന്നവർക്ക് ഭാവിയിൽ വാക്കുപയോഗിക്കുമ്പോൾ തെറ്റ് പറ്റാതിരിക്കുകയും ചെയ്യും. ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ എടുക്കുമ്പോഴോ നമ്മുടെ നിഘണ്ടുവെല്ലാം തുറന്നാൽ നമുക്ക് പിന്നീട് വാക്കുപയോഗിക്കുമ്പോൾ ഈ തെറ്റ് ആവർത്തിക്കും. ഇത് പരമ്പരാർജിതമാണ്. അതുകൊണ്ട് വീട്ടിലൊക്കെ താമസിക്കുമ്പം വളരെ സൂക്ഷിക്കണം. ഒരാൾ പറഞ്ഞാൽ അത് തെറ്റായിരുന്നാൽ കൂടി അയാളുടെ അന്ധക്കരണത്തെ തെറ്റിൽ നിന്ന് മോചിപ്പിക്കുമാറ് സ്നേഹത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും പുതിയൊരു വ്യാഖ്യാനം നൽകി അയാളുടെ ബോധത്തെ ആ വാക്കിൽ നിന്ന് അധ്യസിക്കാതെ മാറ്റി നിർത്തുന്നു എങ്കിൽ നമ്മളുടെ ബോധതലം അധ്യാസമില്ലാത്ത ലോകങ്ങളിലേക്ക് ഉയരാൻ അത് പാരമ്പര്യ രൂപേണ പ്രയോജനപ്പെടും. മറിച്ച് അയാളുമായി നമുക്കുള്ള ഇടപെടലുകളുടെയും വീഴ്ചകളുടെയും വേദനകളെല്ലാം ഓർത്ത് വ്യാഖ്യാനിക്കാൻ ഒരുങ്ങിയാൽ അയാൾ ആരോട് പറഞ്ഞുവോ ആ നമ്മുടെ അച്ഛനോട്, ആ നമ്മുടെ അമ്മയോട് നമുക്കുള്ള മമത ഹേതുവായി അതിനെ അനുകൂലവും പ്രതികൂലവുമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അങ്കിതമാക്കാൻ ശ്രമിക്കുന്നുവോ അത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഭാവതലങ്ങളിൽ വാഗ്ദേവതയെ വികലമാക്കുവാൻ സഹായിക്കുകയും നാളെ നമ്മിൽ അത്തരം വാക്കുകൾ വരികയും ചെയ്യും. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നാവ് വളരെ സൂക്ഷിക്കണം. നാവ് ഏറ്റവും സൂക്ഷിക്കണം. രണ്ട് തലങ്ങളിലും നാവ് സൂക്ഷിക്കണം. ഇത് വളരെ ശ്രദ്ധിച്ചേ പറയാം. കാരണം നാവിലാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചേഷ്ടകൾ പലതും അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഭാവിയുടെ തലങ്ങൾ പലതും നമ്മുടെ നാവിലായിരിക്കുന്നത്. നാവ് നേരെയായാൽ പലതും നേരെയായി. അതുകൊണ്ടാണ് നാവിനവിടെ പ്രാധാന്യം കൊടുത്തതും. അപ്പം ആ നാവ് ചിലയിടത്ത് ദുഃഖിക്കുന്നു. നാവ് ദുഃഖിക്കുന്ന വിധം പെരുമാറുന്നു. നാവിനെ അങ്ങനെ അങ്ങ് വിടുക, ശരീരത്തെ അങ്ങനെ അങ്ങ് വിടുക, ആ രീതിയിലേക്ക് ജനകനെത്തിയിരിക്കുന്നു. കുത്രാപി മനഃഖിദ്യതേ, 3 മനസ്സ് ദുഃഖിക്കുന്നു. സൂക്ഷ്മ സങ്കല്പങ്ങളും വികല്പങ്ങളും കൊണ്ട്. കാര്യങ്ങളൊന്നും വേണ്ട ഈ മനസ്സിന്, വെറും സങ്കല്പം മതി. മനസ്സ് സങ്കല്പ വികല്പങ്ങൾ കൊണ്ട് സൃഷ്ടികർത്താവിൻ്റെ റോളൊക്കെ എടുക്കുന്നതാണ്. എൻ്റെ ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് സ്വസ്ഥമായിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഈ നാട് പോകുന്ന കണ്ടില്ലേ? ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാണിച്ചു വെക്കുന്നതിനോടൊക്കെ പ്രതികരിക്കണ്ടേ? മനസ്സിലായില്ല. ഒരു 1.5 മണിക്കൂർ ഒരുത്തൻ തട്ടുപൊളിപ്പൻ പ്രഭാഷണം നടത്തി ഇറങ്ങുമ്പോഴേക്ക് മനസ്സിൽ സങ്കല്പവും വികല്പവും ഒക്കെ ആയി. ഇന്ന് കിട്ടുന്ന ഗ്യാസ് ഈ വിലയ്ക്ക് നാളെ കിട്ടില്ല. ഇതിൻ്റെ ഫോറിൻ കമ്പനികളൊക്കെ ഇങ്ങോട്ട് വരും, കുത്തകയൊക്കെ പിടിക്കും. മനസ്സിലായില്ല. ഇരുന്നോ, സമരത്തിന് ഇറങ്ങിയില്ലെങ്കിൽ കാണാം. ഇറങ്ങുന്നവനും ഇറങ്ങാത്തവനും ഒക്കെ ദുഃഖിതനാണ്. ഒരുത്തൻ ഇറങ്ങിയിട്ട് ദുഃഖിതൻ. മനസ്സിലായില്ല.
മറ്റവൻ ഇറങ്ങിയില്ല, ആലസ്യം കൊണ്ട് ഇറങ്ങിയില്ല, എന്നാലും ഈ വരുന്നത് ഓർത്തുള്ള ദുഃഖം. ചുരുക്കത്തിൽ വിദ്യാഭ്യാസവും വിവരസാങ്കേതിക വിദ്യകളുമൊക്കെ മനസ്സിനെ സങ്കല്പവികല്പാത്മകമായി ദുഃഖിപ്പിക്കാനല്ലാതെ ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. വെറുതെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ ഇരുന്നാൽ നാളെ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ കിട്ടുന്ന പൈസ മതിയോ? ഇപ്പോൾ കിട്ടുന്ന ഈ കൃഷിയിൽ നിന്നുള്ള നക്കാപ്പിച്ച മതിയോ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കയ്യിലുള്ളത് കൊണ്ടുപോയി അതിലൂടെ ഇത്ര ശതമാനം കിട്ടും. എനിക്ക് പരിചയമുണ്ട്, ഞാനാ പറയുന്നത്. ശരി, കൊണ്ടിട്ടു. ബാക്കി ഇനി കുറച്ചേ വെച്ചിട്ടുള്ളൂ അന്നെന്നുള്ള ആവശ്യം. അപ്പോൾ അടുത്ത പരിചയക്കാരൻ വന്നു. അതിലിട്ടാൽ കിട്ടുമെന്ന് എന്താ ഉറപ്പിരിക്കുന്നത്? അത് അംഗീകരിച്ചാണോ? ഇത് ഞങ്ങൾ പിയർലെസ് ആണ്, ഞങ്ങൾ യാതൊരു വിധത്തിലും പറ്റിക്കുകയില്ല, ഇതാ ഇതിലോട്ടിട്. അടുത്തവൻ വന്നു. നിങ്ങളെന്താ മനുഷ്യയെ കാണിക്കുന്നത്? കാശ് നാളെ ഉണ്ടാവും, കാശ് നാളെ പോവും. ഈ കൊച്ചു പഠിത്തവും കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? 4 കൊല്ലമായില്ലേ? നിങ്ങളെന്താ അനങ്ങാതിരിക്കുന്നത്? എൻ്റെ സുഹൃത്തിൻ്റെ സ്കൂളാണ്. കാശില്ലെങ്കിൽ പറ, ആ വസ്തു അങ്ങ് വിൽക്ക്, ഞാൻ വാങ്ങിച്ചോളാം. ഇത് ഒരു 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് കിട്ടും. അധ്യാപക പോസ്റ്റാണ്. കൊടുക്കാൻ വരും. പിന്നെ ഇപ്പോഴത്തെ കാലമാണ്, സീറ്റൊക്കെ വാങ്ങിച്ചു, പിള്ളേർ പിരിഞ്ഞു പോകുന്ന കാലമാണ്. എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് പണിയില്ലാതെ നിൽക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ദുഃഖിക്കരുത്. വേറൊരുത്തം വന്ന് പറഞ്ഞു, പരിചയം കൂടിയവൻ പറഞ്ഞത് കേട്ടു, കാശ് കൊണ്ടുപോയി കൊടുത്തു, 5 ലക്ഷവും കൊടുത്തു, കയറി. 2 ദിവസം ചെന്ന് അറ്റൻഡൻസ് ഒപ്പിട്ടു. 3-ാം ദിവസം പിള്ളേരില്ല, പിരിച്ചു വിട്ടു. രാവിലെ എഴുന്നേറ്റ് മാനേരെ കാണാൻ പോവാ കാശ് കിട്ടാൻ. വേറെ ആരെങ്കിലും നിയമിക്കുമ്പോൾ തരാം, അല്ല ഞാനിവിടുന്ന് തരാൻ. അതൊക്കെ ബിൽഡിംഗ് ആയിപ്പോയില്ലേ, അതൊക്കെ അവിടെ കൊടുത്തു പോയില്ലേ, ഇനി ഞാനിവിടുന്ന് എടുത്ത് തരാനാ? ഞാൻ വല്ലതും ചെയ്തിട്ടാണോ? ഗവൺമെൻറ്റിൻ്റെ നിയമം ഉള്ള സ്കൂളെല്ലാം അപ്പുറത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ട് തുടങ്ങിയാൽ ഞാനിവിടുന്ന് എടുത്ത് തരും. ഇങ്ങനെ ദുഃഖിക്കാനുള്ളൊരു സാധനമായി മനസ്സ്. ഇവൻ ഓരോ ദിവസവും വീട്ടിൽ വരുമ്പോൾ ഈ കാശ് മേടിച്ച് വെച്ചവൻ്റെ ഭാര്യ അങ്ങ് കൊടുത്തേക്ക് മനുഷ്യ, നാണക്കേട്. ഇവൻ വന്ന് നിന്ന് ഈ കരയുന്നതും പറയുന്നതും ഒക്കെ കേൾക്കണം. കൊടുക്ക് മനുഷ്യ. ഇതിൻ്റെ ദുഃഖം അവൻ്റെ വീട്ടിൽ. ഇവൻ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുമ്പോൾ ഇവൻ്റെ ദുഃഖം. മനസ്സിലായില്ല? ഇതൊന്നും ഒരു സുഖമില്ല. ശരിയല്ല, ശരിയല്ല. ഇനി അയൽവക്കംകാർ വിളിച്ചു ചോദിക്കും, എന്താ കുറേ നാളായാലും അയാളിങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു. കാരണം ഇവൻ സ്കൂൾ മുതലാളിയാണെന്നൊക്കെ ഭാവിച്ചിരിക്കുക. അയൽവക്കംകാരന് ഇതിൻ്റെ ഒരു ക്രിമികേടി ശകലമുണ്ട്. അതുകൊണ്ട് അവൻ രാവിലെ വന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഭാര്യ പറയും, നിങ്ങൾക്ക് എന്താ മനുഷ്യ ചെയ്തം? അവർ നന്നാകുന്നത് കണ്ടിട്ടുള്ള കണ്ണിക്കടിയാണോ? ഇത് അവരുടെ ദുഃഖം. ഇങ്ങനെ ഇത് എത്ര വേണമെങ്കിൽ വലിച്ചു നീട്ടാം. അപ്പോൾ കായക്ലേശം 2 നാവിൻ്റെ ക്ലേശം, 3 മനക്ലേശം. അപ്പോൾ ശാരീരികമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ചിലയിടത്ത് നാവ് ദുഃഖിക്കുന്നു, ചിലയിടത്ത് മനസ്സ് ദുഃഖിക്കുന്നു. ഈ ദുഃഖം ഞാൻ അറിയുന്നു, എന്നിലും സമഷ്ടിയിലും. ഇതറിഞ്ഞിട്ട് തെക്തുവ, അതിനെ ത്യജിച്ചിട്ട്, എൻ്റെ ബോധം അതിനെ ത്യജിച്ചിട്ട് പുരുഷാർത്ഥേ, പരമപുരുഷാർത്ഥത്തിൽ, മോക്ഷത്തിൽ സുഖം സ്ഥിത, ഞാൻ സുഖമായി വാഴുന്നു. അപ്പം ചിലയിടത്ത് ശരീരത്തിന്, വേറെ ചിലയിടത്ത് നാവിന്, ചിലയിടത്ത് മനസ്സിന് അസ്വസ്ഥത. ആകയാൽ ഇതെല്ലാം വിട്ട് ഞാൻ പരമപുരുഷാർത്ഥത്തിൽ സുഖമായി വാഴുന്നു. ബ്രഹ്മൻ